ഹലോ മൈ ഗൈസ്. റമദാൻ മാസമായിട്ട് ഒരു നോമ്പെങ്കിലും മുഴുവനായിട്ട് എടുക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. റമദാൻ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലൊന്നും പറ്റിയില്ലെങ്കിലും അവസാന ദിവസങ്ങളിൽ നോമ്പ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ. വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വിശപ്പിന്റെ അസുഖമുള്ള ഞാൻ എങ്ങനെ നോമ്പെടുക്കും എന്നെൻ്റെ വീട്ടുകാരെ ചോദ്യത്തെ ശക്തമായി എതിർത്തുകൊണ്ട് രാവിലെ 2 ഗോതമ്പ് ദോശയും മീൻകറിയായിട്ട് കഴിച്ച് ഞാൻ എൻ്റെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു. പരമാവധി വെള്ളം കുടിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ കിടന്നത്. പിന്നീട് ഇനി കുടിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടിരുന്നിട്ട് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് പഠിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ മെന്റലായി പോകുന്ന പോലൊരു ഫീല് എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടും വെയിലിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. സൂര്യൻ എൻ്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ. ഇന്ന് എനിക്ക് ശരിക്കും ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഒന്നിലെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി കാണുമായിരുന്നു. ഇന്നിപ്പോ പണിയുമില്ല, ഒന്നും തിന്നാനും ഇല്ല. സാധാരണ ഞാൻ എന്റെ ബോറടിയൊക്കെ മാറ്റുന്നത് എന്തെങ്കിലും കൈ കിട്ടുന്നൊക്കെ എടുത്തു വെച്ച് കഴിച്ചിട്ടാണ് കേട്ടോ. ഇന്നിപ്പോ ഒന്നും തിന്നാനില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് ഞാൻ നോമ്പ് മുറിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് വീട്ടിൽ എനിക്ക് മാത്രം നോമ്പായതുകൊണ്ടും ഇതൊന്നും വേറെ ആരും ചെയ്തു തരാനില്ലാത്തതുകൊണ്ടും ഞാൻ തന്നെ അങ്ങ് സെറ്റാക്കാന്ന് വിചാരിച്ചു. നല്ല പഴുത്ത മാങ്ങ ചെത്തി ജ്യൂസ് അടിച്ച് രാവിലെ വീട്ടിൽ കടലക്കറി ആയിരുന്നുകൊണ്ട് ഒരു കഷ്ണം പുട്ടും കൂടി ഉണ്ടാക്കി നോമ്പ് മുറിക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചു. കറക്റ്റായിട്ട് വാങ്ങി വിളിക്കുന്ന കേൾക്കാൻ വേണ്ടി വീടിന്റെ പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ നോമ്പ് മുറിച്ചത്. ആദ്യത്തെ സിപ്പ് വാട്ടർ എടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയായിരുന്നു. പക്ഷെ മാങ്ങാ ജ്യൂസ് നല്ല പുളിയായിരുന്നു കേട്ടോ, പഞ്ചസാര നോക്കാൻ പറ്റാത്തതുകൊണ്ടേ. പിന്നെ ഞാനുണ്ടാക്കിയ പുട്ടും കടലക്കറിയൊക്കെ ആയിട്ട് ഞാൻ ആസ്വദിച്ച് കഴിച്ചു. പക്ഷെ 2-3 വായ കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. വയറ് വല്ലാത്തൊരു നിറവ് പോലൊരു ഫീലായിരുന്നു എനിക്ക്. പിന്നെ ചേച്ചി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും ചേച്ചിയും കൂടി റേഷൻ കടയിൽ പോയി. നാളെ ചോറ് കഴിക്കണമെങ്കിൽ റേഷൻ പീടിയിൽ പോയി അരി വാങ്ങാൻ പറഞ്ഞപ്പോൾ എൻ്റെ ക്ഷീണമൊന്നും നോക്കാതെ അവളുടെ കൂടെ ഞാനും അങ്ങ് ഇറങ്ങിപ്പോയി. റേഷൻ കടയിൽ പോയി അവൾ അരിയൊക്കെ മേടിക്കുമ്പോൾ ഞാനവിടെ നോക്കിക്കൊണ്ട് നിന്നു. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് മുഴുവൻ നോമ്പായിരുന്നെന്നും നോമ്പ് മുറിച്ചില്ല എന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ അവളുടെ അടുത്ത് തട്ടി കിട്ടത്. അതുകൊണ്ട് പണിയെടുക്കാതെ ഒത്തു. ഇതുവരെ ഒന്നും കഴിക്കാതിരുന്ന അനിയത്തിയല്ലേ എന്നും വിചാരിച്ച് അവളുടെ ഒരു സ്നേഹം കൊണ്ട് അവൾ എനിക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ പലചരക്കടയിൽ പോയി. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്ത് നേരെ വന്നപ്പോൾ ചേച്ചി കുറച്ച് അൽഫാമും കൂടി മേടിച്ചു തന്നു. നോമ്പെടുത്തല്ലേ. അപ്പം അത്രേ ഉള്ളൂ.